ഹലോ എവ്രി വൺ. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലായിട്ടുള്ള ഒരു സെലിബ്രേഷനെ കുറിച്ചാണ്. വെൽക്കം ടു ദോസ്ത് ആനുവൽ ഡേ ആൻഡ് ഹിയർ ഇറ്റ് ബിഗിൻസ് വിത്ത് എ ബ്യൂട്ടിഫുൾ വെൽക്കം ഡാൻസ്. എവ്രി ഇയർ വിത്ത് ലവ്, ഹോപ്പ് ആൻഡ് യൂണിറ്റി ഡൗൺ സിൻഡ്രോം ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ദോസ്ത് ആനുവൽ ഡേ. ഡൗൺ സിൻഡ്രോം കുട്ടികളുടെ ഒരു ഫാമിലിയാണ് ദോസ്ത്. DS ഉള്ള കുട്ടികൾക്കും അവരുടെ പേരൻസിനും വേണ്ടി സ്നേഹവും പിന്തുണയും നൽകുന്ന ഒരു വലിയ കുടുംബം. 25 വർഷങ്ങൾക്ക് മുമ്പ് ഡൗൺ സിൻഡ്രോം ആണോ കുഞ്ഞിന്, എന്നാൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് പോലും മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗമായിരുന്നു ഡൗൺ സിൻഡ്രോം കുട്ടികൾ. ഡോക്ടർ ഷാജി തോമസ് ജോൺ എന്ന ഒരു സാധാരണ ഡോക്ടർ ഒരു വലിയ സ്വപ്നവുമായി ആരംഭിച്ച പ്രസ്ഥാനമാണ് ദോസ്ത്. അന്നത്തെ ആ ചെറിയ തുടക്കം ഇന്ന് കേരളം മുഴുവൻ ഡൗൺ സിൻഡ്രോം കുട്ടികൾക്ക് ഒരു സുരക്ഷിതമായ ആശ്രയമായി മാറിയിരിക്കുകയാണ്. ഡിസേബിലിറ്റി എന്ന വാക്കിൻ്റെ പിന്നിൽ കഴിവുകളും സ്വപ്നങ്ങളുമുള്ള ഒരു ലോകമുണ്ടെന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു മനോഹര ശ്രമമായിരുന്നു ഡോക്ടർ ഷാജി സാറിൻ്റെ. ഇതൊരു സംഘടന മാത്രമല്ല, ഒരുപാട് പേരൻസിനും കുട്ടികൾക്കുമുള്ള പ്രതീക്ഷയാണ്, മാറ്റമാണ്. എവ്രി ഇയർ ദിസ് പ്ലാറ്റ്ഫോം സെലിബ്രേറ്റ്സ് not just achievements but courage, love and togetherness. ഇപ്പോൾ ഈ വേദി മാറാൻ പോകുന്നത് വലിയ ആഘോഷങ്ങളിലേക്കാണ്. കലയുടെ, സന്തോഷത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ, ഡൗൺ സിൻഡ്രോം കുട്ടികളുടെ കൾച്ചറൽ പ്രോഗ്രാംസ്. ഇതൊരു സാധാരണ പെർഫോമൻസ് അല്ല, അവരുടെ ഹൃദയം തുറന്നു കാണിക്കുന്ന വേദിയാണ്. വാക്കുകളിൽ പറയാൻ കഴിയാത്തത് അവർ ഡാൻസിലും മ്യൂസിക്കിലും എക്സ്പ്രഷൻസിലും പറയുന്നു. പല ഏജിലുള്ളവരും ഇതിലുണ്ട്. 2 വയസ്സും 40ഉം 50ഉം വയസ്സിനിടയിലുള്ളവരും എല്ലാം ഉണ്ട്. എന്നാൽ ഈ വേദിയിൽ ഇവരെല്ലാം സമപ്രായക്കാരാണ്. വയസ്സ് കൊണ്ടുള്ള അതിർവരമ്പുകൾ നമുക്ക് ഇവർക്കിടയിൽ തീർക്കാനാവില്ല. കഴിഞ്ഞുപോയ ബാല്യത്തെ ഓർത്ത് നമ്മൾ ഇന്ന് വേദനിക്കുന്നില്ലേ? ദാറ്റ് ജേർണി ഇറ്റ്സെൽഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇതിൽ പല പ്രാവശ്യം സ്റ്റേജിൽ കയറിയവരുണ്ട്, ആദ്യമായി സ്റ്റേജിൽ കയറുന്നവരുണ്ട്, പേടിയും നെർവസ്നെസ്സും ഉള്ളവരുണ്ട്, ലൈറ്റ്സ് പേടിയുള്ളവരുണ്ട്, സൗണ്ട് പേടിയുള്ളവരുണ്ട്, ക്രൗഡ് പേടിയുള്ളവരുണ്ട്. എല്ലാം പുതിയ അനുഭവം. എന്നിട്ടും അവരെയൊക്കെ പിടിച്ചു നിർത്തുന്നത് അവരുടെ പേരൻസാണ് കേട്ടോ. സ്റ്റേജിന് മുമ്പിൽ നിൽക്കുന്ന ഓരോ പേരൻസിൻ്റെയും കണ്ണിൽ പ്രാർത്ഥനയാണ്, പ്രതീക്ഷയാണ്. തീർച്ചയായും നിങ്ങളുടെ പ്രതീക്ഷയും പ്രാർത്ഥനയും ഫലം കാണുക തന്നെ ചെയ്യും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഡേ ബൈ ഡേ അവർ നേടിയെടുക്കും അവരുടെ കോൺഫിഡൻസ്. ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കില്ല, പാർട്ടിസിപ്പേഷൻ അല്ലേ പ്രാധാന്യം. ബിക്കോസ് സ്റ്റാൻഡിങ് ഓൺ ദി സ്റ്റേജ് ഇറ്റ്സെൽഫ് ഇസ് എ ബിഗ് അച്ചീവ്മെൻറ്റ്. ഇന്ന് നമ്മൾ കാണുന്നത് ടാലൻറ്റ് മാത്രമല്ല, അവരുടെ ഡിറ്റർമിനേഷനാണ്. ആൻഡ് അബോവ് ഓൾ പുവർ ഹാപ്പിനെസ്. ഈ മൊമെൻറ്റ്സ് ജസ്റ്റ് എൻജോയ് ചെയ്യേണ്ടതാണ്, ജഡ്ജ്മെൻറ്റ്സ് ഇല്ലാതെ, കമ്പാരിസൺ അല്ലാതെ. ആദ്യമായി സ്റ്റേജിൽ കയറുന്നവരുണ്ട്, അവർക്ക് പേടിയുണ്ടാകും, ശബ്ദത്തെ പേടിയാകും, പുതിയ ആളുകളെ കാണുന്നതിലുള്ള പേടിയുണ്ടാകും. ബട്ട് സ്ലോലി എവറിത്തിങ് ചേഞ്ച്. ആൻഡ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ ഈസ് മീന. അവൾക്കും ഇതുപോലെ സ്റ്റേജുകൾ പേടിയായിരുന്നു, ആളുകളെ പേടിയായിരുന്നു, സൗണ്ട് പേടിയായിരുന്നു. എന്തിന് ഡൗൺ സിൻഡ്രോം ഉള്ള മറ്റു കുട്ടികൾ പോലും ഇനീഷ്യലി കംഫർട്ടബിൾ അല്ലായിരുന്നു അവൾ. ബട്ട് വിത്ത് ടൈം, വിത്ത് സപ്പോർട്ട്, വിത്ത് ലവ് അവൾ മാറി. ഇന്ന് അവൾ ഒരുപാട് വേദികളിൽ ഫാഷൻ ഷോയും മറ്റ് കൾച്ചറൽ പ്രോഗ്രാംസുകളൊക്കെ ചെയ്തു. ഇന്നിപ്പോൾ ദോസ്തിൻ്റെ ഇൻഫ്ലുവൻസർ അവാർഡ് കൂടി അവൾ ഏറ്റുവാങ്ങുന്നുണ്ട്. അത് ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു മൊമെൻറ്റ് തന്നെയാണ്. കാരണം അവളുടെ കൈ പിടിച്ച് ഉയർത്തിയവരുടെ കയ്യിൽ നിന്ന് തന്നെ അവൾക്കൊരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രൗഡ്. എന്ത് രസമായിട്ടാണല്ലോ അവരൊക്കെ പ്രോഗ്രാം ചെയ്യുന്നത്. ഒരു കാലത്ത് പുറം ലോകം കാണാത്ത, ഹാപ്പിനെസ് എന്താണെന്ന് പോലും അറിയാത്ത ഒരു പ്രോഗ്രാമിന് പോലും, എന്തിന് ഫാമിലിയിൽ പോലും എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടായാൽ പോകാൻ പറ്റാത്ത പേരൻസും കുട്ടികളും ആയിരുന്നു ഇവരൊക്കെ. ദോസ്ത് പോലെയുള്ള സപ്പോർട്ടിങ് സിസ്റ്റവും ഷാജി സാറിനെ പോലെയുള്ള ഡോക്ടേഴ്സും ഒക്കെ മുൻനിരയിലുള്ളത് കാരണം ഇന്നിപ്പോൾ ഈ കുട്ടികളൊക്കെ സെൽഫായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തരായിക്കൊണ്ടിരിക്കുകയാണ്.
പ്രാർത്ഥനയോട് കൂടി നമ്മുടെ ഇനാഗുറേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. എല്ലാ വർഷവും ദോസ്ത് അവാർഡ് അനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വർഷം ദോസ്തിൻ്റെ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇംഹാൻസിൻ്റെ ഫോർമൽ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ പി കൃഷ്ണകുമാർ സാറാണ്. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു അത് ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. സെൽഫ് അഡ്വക്കേറ്റ് ആൻഡ് റോൾ മോഡലായിട്ട് ഗബ്രിയൽ ഫ്രാൻസിസ് ഡൗൺ സിൻഡ്രോം സ്റ്റുഡൻ്റാണ്, മൂന്നാർ കാറ്ററിംഗ് കോളേജിൽ. അവനാണ് ദോസ്തിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ ദോസ്തിൻ്റെ കുട്ടി കർഷകൻ എന്ന നിലയിൽ KM അംബരീഷ് എന്നൊരു കുട്ടിയെയും ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ മിനയെയാണ് ദോസ്ത് ഈ വർഷം ആദരിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ നന്ദി പറയേണ്ടത് നമ്മുടെ BMH ഹോസ്പിറ്റലിനെയും മാനേജ്മെൻറ്റിനെയുമാണ്. ഡൗൺ സിൻഡ്രോം കുട്ടികളുടെ എന്ത് പ്രോഗ്രാമിനും എല്ലാ സഹായ സഹകരണത്തോടു കൂടി അവർ വില്ലിങ്ങാണ്. വൺസ് അഗൈൻ താങ്ക് യു. നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് ഡോക്ടർ KN രാഘവൻ സാറാണ്. അദ്ദേഹം IRSൽ നിന്നും റിട്ടയർഡ് ആയിട്ടുള്ളതാണ്. സാറായിരുന്നു ചീഫ് ഗസ്റ്റ്. പിന്നെ മൊമെൻറ്റോസ് എല്ലാം കൈമാറിയതും അദ്ദേഹം തന്നെയായിരുന്നു. ദോസ്ത് അവാർഡ് രാഘവൻ സാറിൽ നിന്നും ഏറ്റുവാങ്ങി ഫ്രാൻസിസ് ഗബ്രിയൽ. അടുത്തതായിട്ട് മിനയെ ആദരിക്കുന്ന സമയമായിരുന്നു. നമ്മൾ പേരൻസിനെയും വിളിച്ചിട്ടുണ്ടായി. വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. മിനയും കൊണ്ട് തെറാപ്പിക്കും മറ്റും പോകുമ്പോഴൊക്കെ ഉയർന്നു വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. സ്കൂളിലൊക്കെ പോകുന്നില്ലേ, തെറാപ്പിയൊക്കെ നിർത്തിക്കൂടെ, എന്തിനാ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ. ഞാനിതൊന്നും ചെയ്യുന്നത് സമയമുണ്ടായിട്ടല്ല, സമയം കളയാനില്ലാത്തത് കൊണ്ടാണ്. ഇപ്പം അവൾ ചെറിയ പ്രായമാണ്. ഇപ്പം ഓടിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? ഇപ്പോൾ അവൾ അവളുടേതായ രീതിയിൽ വളർന്നു തുടങ്ങി. അതിലും പ്രധാനമായി സ്ഥിരമായുള്ള പ്രോത്സാഹനവും ഉൾക്കൊള്ളലുമാണ്. പ്രത്യേകിച്ചും ദോസ്ത് ഇന്നത്തെ നിലയിലുള്ള മിനയിലേക്ക് മാറാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ യാത്ര മിനയുടെ പൂർണ്ണതയെക്കുറിച്ചല്ല, ഓരോ ചെറിയ യാത്രയും മുന്നേറ്റവും ആഘോഷമാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു യാത്രയാണ്. ഇന്ന് നമ്മൾ കണ്ടത് ഒരു പരിപാടി മാത്രമല്ല, ഒരു യാത്രയാണ്. ഫിയറിൽ നിന്നും കോൺഫിഡൻസിലേക്ക്, സൈലൻസിൽ നിന്നും എക്സ്പ്രഷനിലേക്ക്. ഓരോ കുഞ്ഞിൻ്റെയും മാറ്റം, ഓരോ മാതാപിതാക്കളുടെ കണ്ണിലെ സന്തോഷം, ഇവയെല്ലാം ഈ വേദിയുടെ വിജയമാണ്. ദോസ്ത് പോലുള്ള സംഘടനകൾ ഇത്തരത്തിലുള്ള ജീവിതങ്ങൾ മാറ്റി എഴുതുകയാണ്. എവറി ചൈൽഡ് ഈസ് സ്പെഷ്യൽ ആൻഡ് എവറി സ്മോൾ സ്റ്റെപ്പ് ഈസ് എ ബിഗ് വിക്ടറി. ഇതിവിടെ അവസാനിക്കുന്നില്ല. ഓരോ വർഷവും ഓരോ തുടക്കമാണ്. See you again next year. Thank you.